ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് താലാസനം ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് താടാസനമാണ്. ഈ താടാസനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷേ ആ ഗുണങ്ങൾ ഒന്നുകൂടെ കൂട്ടി കിട്ടുന്നത് താലാസനത്തിലാണ്. കാരണം താലാസനം നമ്മളൊരു പ്രത്യേക പൊസിഷനിൽ കൈ വലിച്ചു വെച്ച് തലയ്ക്ക് മേളിൽ കോർത്ത് പിടിച്ച് ടോയെ പൊങ്ങുമ്പോഴത്തേനും നമ്മുടെ വെരിക്കോസ് വെയിന് മുഴുവൻ സ്ട്രെച്ചാകുക. വെരിക്കോസ് വെയിന് പെട്ടെന്ന് 2 ആഴ്ച 1 മാസം കൊണ്ട്, സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പോകും. വളരെ നാളായിട്ടുള്ളതാണെങ്കിൽ 1 മാസമോ 1.5 മാസമോ കൊണ്ട് പൊക്കോളും. പക്ഷേ താലാസനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൺകൺട്രോൾഡ് പ്രഷറുള്ളവർ ഒത്തിരി നേരം നിൽക്കാൻ പാടില്ല. ഈ താലാസനം ചെയ്യുന്നത് 21 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നല്ല പോലെ പൊക്കം കിട്ടും. എന്നും താലാസനവും താടാസനവും രണ്ടും നിങ്ങളുടെ ഹൈറ്റ് വർദ്ധിപ്പിക്കും. കഴുത്തിനെ പ്രായം ചെന്നാലും കൂന് പിടിക്കാതെ നല്ല സ്ട്രെയിറ്റായിട്ട് നിർത്തും. ഷോൾഡറിനൊക്കെ നല്ല ശക്തി കിട്ടും. മറ്റേ താടാസനത്തിനെ പോലെ ഷോൾഡറിലോട്ടോ രക്തയോട്ടമൊക്കെ നല്ല സ്പീഡപ്പാകും. ഡയബറ്റീസ് കുറയും. ഈ ഗുണങ്ങളെല്ലാം നല്ലതായിട്ട് താലാസനത്തിലുണ്ട്. നമ്മൾ യോഗ ചെയ്യുമ്പം ആൻറ്റിബയോട്ടിക് കഴിച്ച് 2-3 ദിവസം കൊണ്ട് പോകുന്ന പോലെയല്ല. ആൻറ്റിബയോട്ടിക്കിനും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ യോഗയ്ക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷെ പെട്ടെന്നല്ല ഇതിൻ്റെ ക്യൂർ വരുന്നത്. 1 ആഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ നിങ്ങളറിയാതെ ഇത് ക്യൂറാവും. അതാണ് യോഗയുടെ ഗുണം. താലാസനം കാണിക്കട്ടെ. മറ്റേ പോലെ താടാസനം ചെയ്ത പോലെ ശക്തിയായിട്ട് കൈപൊക്കി ശ്വാസം എടുത്ത് വിടുക. രണ്ടാമതും കൈപൊക്കി ശ്വാസം എടുത്തിട്ട് വിടരുത്. ശ്വാസം എടുത്ത് വിടാതെ തലയ്ക്ക് മേളിലായിട്ട് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കണം. എന്നിട്ട് സാവധാനം താടാസനത്തിലെ പോലെ ടോയെ പൊങ്ങുക. എന്നിട്ട് അക്കലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നിടത്തോളം നേരം നിൽക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ കമത്തി വന്ന പോലെ തന്നെ റിട്ടേൺ ചെയ്യുക. കൈ ശക്തിക്ക് താഴോട്ടാക്കി, മറ്റേ കൈ ശക്തിക്ക് താഴോട്ടാക്കി. കൈ കമത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ ഹീൽസ് താക്കാം, ഉപ്പൂറ്റി നിലത്താക്കാം. എന്നിട്ട് ശക്തിക്ക് കൈയെടുത്ത് വന്നതുപോലെ ശക്തിക്ക് അത് റിവേഴ്സ് തിരിച്ചു പോവുക. ഇടത്ത് കൈ അതുപോലെ തിരിച്ചു പോവുക. ഇതും ആദ്യത്തെ പ്രാവശ്യം 3 ടൈംസ് ചെയ്യുക. പിന്നെ ദിവസം 5 ചെയ്യുക. അപ്പം വെരിക്കോസ് വെയിന് ഏറ്റവും ഫസ്റ്റും. പിന്നെ 21 വയസ്സ് താഴെയുള്ളവരാണെ നിങ്ങളുടെ പൊക്കം നന്നായിട്ട് വർദ്ധിക്കും. ഇതിന് ഈ ഡയബറ്റീസിനെയും കുറയ്ക്കും. ഇത് കാലിൻ്റെ ടോയെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഡയബറ്റീസിനും നല്ലൊരു മരുന്നാണിത്. താങ്ക് യു.